ഈ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് രാഷ്ട്രീയക്കാരെ കണ്ട് പഠിക്കണം. ഇങ്ങനെ പലപ്പോഴും നമ്മൾ പറഞ്ഞു കേൾക്കാറുണ്ടല്ലേ. അത് കൃത്യമായിട്ട് അത് എന്തുകൊണ്ടാണ് പറയുന്നത് എന്നുള്ളത് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അത് നമുക്ക് പഠിക്കാം. നമ്മൾ കുറച്ച് ദിവസമായിട്ട് മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസിനെ കുറിച്ച് ഡിഫറെൻറ്റ് വീഡിയോസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഓൾറെഡി ന്യൂറോ മാർക്കറ്റിംഗ് ബേസ് ചെയ്തിട്ട് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങളെ കണ്ടിട്ടില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ അതൊന്ന് ചെക്കൗട്ട് ചെയ്യുക, എന്തായാലും നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവും. അപ്പോൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാൻ റബി പാർക്കൽ, ഫൗണ്ടർ ഓഫ് ബ്രാൻഡ് മന്ത്ര. നമ്മൾ ഈ ചാനലിലൂടെ ബിസിനസ്സിൽ കസ്റ്റമർ സൈക്കോളജിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള വീഡിയോസ് ആണ് പൊതുവെ ചെയ്യാറുള്ളത്. നമ്മളൊരു ബിസിനസ് ബിൽഡ് ചെയ്യുന്ന സമയത്ത് ഓപ്പറേഷൻസിലാണെങ്കിലും സെയിൽസിലാണെങ്കിലും മാർക്കറ്റിങ്ങിലാണെങ്കിലും ഒക്കെ കസ്റ്റമർ സൈക്കോളജി ബേസ് ചെയ്തുകൊണ്ട് ബിൽഡ് ചെയ്യണം എന്നുള്ളതിൻ്റെ ഇമ്പോർട്ടൻസ് കൃത്യമായിട്ട് മനസ്സിലാക്കാനും അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാമെന്നുള്ളത് ഡിസ്കസ് ചെയ്യുക എന്നുള്ളതാണ് ഈ ചാനലിൻ്റെ പർപ്പസ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഈ രാഷ്ട്രീയക്കാരെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇവർ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സിലാണ് അവർ ഒരു ക്യാമ്പയിൻ പ്ലാൻ ചെയ്യാറുള്ളത്. ഇപ്പോൾ ഒരു ഇലക്ഷനൊക്കെ പ്രഖ്യാപിക്കുന്ന സമയത്ത് നമുക്കറിയാത്തൊരു സ്ഥാനാർത്ഥിയായിരിക്കും പലപ്പോഴും ഉണ്ടാവുക. എന്നാൽ ചില സ്ഥാനാർത്ഥികൾ നമ്മൾ മുന്നേ അറിയുന്ന സ്ഥാനാർത്ഥികളായിരിക്കും. അപ്പോൾ ഇവരെ ആ ഒരു പ്രഖ്യാപനത്തിന് ശേഷം ഇവർ മാക്സിമം എല്ലാ ഇടങ്ങളിലും എത്താൻ ശ്രമിക്കും. കല്യാണത്തിനൊക്കെ പങ്കെടുക്കും, ആളുകൾ കൂടുന്ന ഇവൻറ്റ്സിലൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ ഓടിയെത്തും. എന്നിട്ട് അവരെന്താ ചെയ്യുക? അവരെ പ്രസൻറ്റ് ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുക. അവരെന്താണെന്നുള്ളത് ആ ഒരു ചടങ്ങിൽ എന്തെങ്കിലും 2 വാക്ക് പറയുന്നതിലൂടെ ആളുകളെ മാക്സിമം ഇംപ്രസ് ചെയ്യിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കും. നടന്നു പോകുമ്പോഴൊക്കെ നമ്മൾ മുന്നിലൂടെ പോവുകയാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് കൈ തരും, നമ്മളോട് 2 വർത്താനം പറയും. ഇങ്ങനെ മാക്സിമം എൻഗേജ് ചെയ്യിപ്പിക്കുക എന്നുള്ളതായിരിക്കും ആ ഒരു എലക്ഷൻ വരെ ആളുടെ ഒരു പ്രൈമറി ആയിട്ടുള്ള ഗോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കൃത്യമായിട്ട് ആളുകളെ മാക്സിമം അറിയിക്കുക. എന്നെ അറിയാത്തതായിട്ട് ആളുകൾ ഉണ്ടാവരുത് എന്നുള്ള ആഗ്രഹമായിരിക്കും ഓരോ സ്ഥാനാർത്ഥികൾക്കും ഉണ്ടാവുക. അതിനുശേഷം അവർ കൃത്യമായിട്ട് അവരുടെ പ്രസ്താവനകൾ പറഞ്ഞുകൊണ്ടിരിക്കും, അവരുടെ ഐഡിയോളജി എന്താണെന്നുള്ളത് പറഞ്ഞുകൊണ്ടിരിക്കും, അവരുടെ പ്ലാനുകൾ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ കൃത്യമായിട്ട് നമ്മൾ ഇങ്ങനെ ഓരോ സ്ഥാനാർത്ഥികളെയും നമ്മൾ അറിയുന്നുണ്ടാവും, ഇവരൊക്കെ പറയുന്ന കാര്യങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ടാവും. അപ്പോൾ അതിലൂടെ നമുക്കൊരു ഇൻട്രസ്റ്റ് ഒരു പർട്ടിക്കുലർ സ്ഥാനാർത്ഥിനോടുണ്ടാവും. ഈ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യണം എന്നുള്ളൊരു തീരുമാനം പിന്നീട് എടുക്കും. അതിനുശേഷമാണ് എന്ത് ചെയ്യുക? വോട്ടിംഗ് എന്നുള്ളൊരു സാധനത്തിലേക്ക് പോകുക. ഏകദേശം ഇതേ ഒരു സ്ട്രക്ചറാണ് ശരിക്കും ഫണൽ മാർക്കറ്റിംഗിൽ ഉണ്ടാവുന്നത്. നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു പേഴ്സണലി ആണെങ്കിലും ഒരു ബ്രാൻഡിങ് ആണെങ്കിലും ഒക്കെ 3 റീജിയൻസ് ഉണ്ട്. അപ്പോൾ ഫണൽ മാർക്കറ്റിങ്ങിലേക്ക് കടക്കണം മുന്നേ അല്ലെങ്കിൽ ഫണലിലേക്ക് കടക്കണം മുന്നേ ആ ഒരു കാര്യം മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? വീഡിയോയിലേക്ക് പോകാം. ഒന്നാമത്തെ റീജിയൻ എന്ന് പറയുന്നത് ഇതിപ്പോൾ നമ്മളാണ്. നമുക്ക് ചുറ്റും ഒരു കോൾഡ് റീജിയൻ ഉണ്ട്, ഒരു വാം റീജിയൻ ഉണ്ട്, ഒരു ഹോട്ട് റീജിയൻ ഉണ്ട്. കോൾഡ് റീജിയൻ കൊണ്ട് അർത്ഥമാക്കണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ തീരെ അറിയാത്ത റീജിയൻ. ഇപ്പം ഞാനെന്നൊരു വ്യക്തി ഉണ്ട് എന്നുള്ളത് ആർക്കും അറിയില്ല, അങ്ങനത്തെ റീജിയൻ ഉണ്ട്. അതായിരിക്കും ഏറ്റവും വലിയ റീജിയൻ. ഇതിന് മുന്നേ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ എല്ലാ ആൾക്കാരെയും നമ്മൾ അറിയിപ്പിക്കേണ്ട ഒരു ആവശ്യമില്ല. ശരിക്കും നമ്മളൊരു സെലിബ്രിറ്റി, ഒരു ഹീറോ ഒന്നുമല്ല, ഒരു ഫിലിം സ്റ്റാറോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും അല്ല ഉള്ളത്. നമ്മളുടെ നിഷിൽ, നമ്മൾ ബിസിനസ് ആയിക്കോട്ടെ, നമ്മൾ പേഴ്സൺ ആയിക്കോട്ടെ, നമ്മളുടെ നിഷിൽ, നമ്മളെ മേഖലയിൽ നമ്മൾ അറിയപ്പെടണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത്. അപ്പോൾ കൃത്യമായിട്ട് നമ്മളെ മേഖലയിൽ നമ്മളെ ടാർഗറ്റ് ഓഡിയൻസിൻ്റെ ഇടയ്ക്കാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്യേണ്ടത്. നമ്മളുടെ ടാർഗറ്റ് ഓഡിയൻസിൽ തന്നെ നമ്മളറിയാത്ത വലിയൊരു ഏരിയ ഉണ്ടാവും, നമ്മളെ ജസ്റ്റ് പരിചയമുള്ളൊരു ഏരിയ ഉണ്ടാവും, നമ്മളെ നല്ലോണം അറിയുന്നൊരു ഏരിയ ഉണ്ടാവും. അപ്പോൾ ഫണൽ മാർക്കറ്റിങ്ങിൽ നമ്മൾ നോക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഒരു ടാർഗറ്റ് ഓഡിയൻസിനെ നമ്മൾ ഡിഫൈൻ ചെയ്തിട്ട് മാക്സിമം കോൾഡ് റീജിയണിൽ നിന്നും വാം റീജിയണിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക. നമ്മൾ അറിയുന്നൊരു കണ്ടീഷനിലേക്ക് ആദ്യം എത്തിക്കുക എന്നുള്ളതാണ്. അല്ലാതെ നേരെ തന്നെ പോയിട്ട് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല. എൻ്റെ അടുത്ത് പ്രൊഡക്റ്റ് ഉണ്ട്, പർച്ചേസ് ചെയ്തോളൂ എന്ന് പറയുന്നത് ഏതിന് തുല്യമാണ്? നേരത്തെ പറഞ്ഞ പോലെ രാഷ്ട്രീയക്കാർ പോയിട്ട് വോട്ട് ചെയ്യണം കേട്ടോ എന്ന് പറയുന്നതിന് തുല്യമാണ്. അപ്പോൾ കൃത്യമായിട്ട് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് പറഞ്ഞുകൊണ്ടല്ല ഫണൽ മാർക്കറ്റിങ്ങിന് നമ്മൾ മാർക്കറ്റിംഗ് സെറ്റ് ചെയ്യുന്നത്. ആദ്യത്തെ ഒബ്ജക്റ്റീവ്, ആദ്യത്തെ ഗോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ അറിയിക്കുക എന്നുള്ളതാണ്. അവയർനെസ് എന്നുള്ളതാണ് ഫസ്റ്റത്തെ ഗോൾ. അപ്പോൾ എന്താണ് ഇതിൽ നോക്കുകയാണെങ്കിൽ കോൾഡ് റീജിയനിൽ നിന്നും വാം റീജിയനിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് ഗോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ മാക്സിമം ഞാനോ അല്ലെങ്കിൽ എൻ്റെ ബിസിനസ്സിനോ ആളുകൾ എത്രത്തോളം ഇപ്പോൾ അറിയുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ഇനീഷ്യലി നമ്മളെന്നെ ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട്. എത്രത്തോളം ആൾക്കാർക്ക് നമ്മളറിയാം. അപ്പോൾ മാക്സിമം അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടേ ഇരിക്കണം. നമ്മൾ അറിയിക്കുക എന്നുള്ളതിന് ചെയ്തുകൊണ്ടേ ഇരിക്കണം. അപ്പോൾ എങ്ങനെ പ്രസൻറ്റ് ചെയ്യണം, ആ ഭാഗത്താണ് ബ്രാൻഡിങ്ങും ബ്രാൻഡ് സ്ട്രാറ്റജിൻ്റെ ഒക്കെ ഇമ്പോർട്ടൻസ് ഇനീഷ്യലി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. അതിന് ശേഷം നമ്മൾ അറിയുന്ന ആളെ കൊണ്ട് നമ്മൾ കൂടുതൽ ഇഷ്ടപ്പെടുത്തണം. ഒരു ഹോട്ട് റീജിയനിലാവണം. മറ്റേ ജസ്റ്റ് അറിയുന്നേ ഉള്ളൂ, ഇങ്ങനെ ഒരു ബ്രാൻഡ് ഉണ്ട്, ഓക്കെ ഇങ്ങനെയാണ് അവർ പൊസിഷൻ ചെയ്തിട്ടുള്ളത് എന്നുള്ളത് ഒരാൾ മനസ്സിലാക്കി കഴിഞ്ഞതിന് ശേഷം അതിലേക്കൊരു ഇൻട്രസ്റ്റ്, നല്ലൊരു താല്പര്യം വരുന്ന റീജിയനിലേക്ക് എത്തുന്നതാണ് ഒരു ഹോട്ട് റീജിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യണത്? ഒരു ഫണൽ മാർക്കറ്റിങ്ങിനെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. പലപ്പോഴും ഫണൽ മാർക്കറ്റിങ്ങിനെ പഠിക്കുന്ന സമയത്ത് അവയർനെസ്, ഇൻട്രസ്റ്റ്, ഡിസിഷൻ, ആക്ഷൻ ആ രൂപത്തിൽ അങ്ങനെ പറഞ്ഞു പോകുമ്പോഴും ആ കൃത്യമായിട്ട് ആ ഒരു സംഗതി ഉണ്ടാവില്ല. ഈ ഒരു ഹോട്ട്, കോൾഡ്, വാം എന്നുള്ള ഒരു
ഒരു കൃത്യമായിട്ട് ഐഡിയോളജിയിൽ വേണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഈ ഒരു ഫണൽ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയിലേക്ക് കടക്കേണ്ടത്. അപ്പോൾ കൃത്യമായിട്ട് ആ ഒരു റീജിയൺ മാക്സിമം എക്സ്പാൻഡ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഹോട്ട് റീജിയൺ മാക്സിമം എക്സ്പാൻഡ് ചെയ്യാൻ ശ്രമിക്കണമെങ്കിൽ എന്ത് വേണം, ആദ്യം വാം റീജിയൺ എക്സ്പാൻഡ് ചെയ്യണം. കാരണം കോൾഡിൽ നിന്നും ഡയറക്റ്റ് ഹോട്ടിലേക്ക് വരിക എന്നുള്ളത് കുറച്ച് ശ്രമകരമായ പരിപാടിയാണ്. അപ്പോൾ അതിനെക്കാട്ടി നടക്കുന്നതാണ് വാം റീജിയൻ ഹോട്ട് റീജിയനിലേക്ക് എത്തിക്കണം. അപ്പോൾ ഹോട്ട് റീജിയൻ എക്സ്പാൻഡ് ചെയ്യിപ്പിക്കണമെങ്കിൽ വാം റീജിയൻ എക്സ്പാൻഡ് ചെയ്യിപ്പിക്കണം. വാം റീജിയൻ എക്സ്പാൻഡ് ചെയ്യിപ്പിക്കണമെങ്കിൽ നമ്മുടെ കോൾഡ് റീജിയൻ നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം, അഥവാ ടാർഗറ്റ് ഓഡിയൻസ് ആരാണെന്ന് മനസ്സിലാക്കാൻ പറ്റണം. ഓക്കെ, ഇനി നമ്മൾ ഫണലിലേക്ക് വരാം. അപ്പോൾ ഇങ്ങനെ ടാർഗറ്റ് ഓഡിയൻസ് ആരാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫസ്റ്റ് അവയർനെസ് ആണ്. നേരത്തെ പറഞ്ഞ പോലെ അവയർനെസ് നമ്മളെ അറിയിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിനു വേണ്ടി എന്തൊക്കെ ചെയ്യാം, ഓഫ്ലൈനായിട്ടും ഓൺലൈനായിട്ടും പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ അറിയിക്കുക എന്നുള്ളതാണ്, ഇങ്ങനൊരു സംഭവം ഉണ്ടെന്നുള്ള അറിയിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഓൺലൈനിൽ നോക്കുകയാണെങ്കിൽ ബ്രാൻഡ് അവയർനെസ് ക്യാമ്പയിൻസുകളൊക്കെ ഉണ്ടാവും. ജസ്റ്റ് അതിൻ്റെ ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മൾ അറിയിക്കുക എന്നുള്ളത് മാത്രമേ കാരണം. അപ്പോൾ ആഡൊക്കെ പ്ലാൻ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ എൻക്വയറി വരിക എന്നുള്ളതല്ല, കോളിൽ നിന്നും നേരെ ഹോട്ടലിലേക്ക് വരിക എന്നുള്ളതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. കൃത്യമായിട്ട് ഇങ്ങനെ ഒരു ബ്രാൻഡ് ഉണ്ടെന്ന് മനസ്സിലാക്കുക എന്നുള്ള ഉദ്ദേശത്തോടെ ഫണ്ട് അലോക്കേറ്റ് ചെയ്തിട്ട് മാർക്കറ്റിംഗ് ചെയ്യുന്നതാണ് ഈ ബ്രാൻഡ് അവയർനെസ് ക്യാമ്പയിൻസ് എന്ന് പറയുമ്പോൾ. അപ്പോൾ പല രൂപത്തിൽ ചെയ്യലുണ്ട്. ജസ്റ്റ് വീഡിയോസ് മാത്രം ഇങ്ങനെ ഒരേ റീജിയനിലേക്ക് ഒരേ ടൈപ്പ് ഓഫ് ആളുകളിലേക്ക് ഇങ്ങനെ ആഡ് ചെയ്തിട്ട് എത്തിക്കുന്ന പരിപാടി ചെയ്യാറുണ്ട്. ഇനി അതല്ലാതെ നമ്മളെ വെബ്സൈറ്റിൽ നമ്മളെ പറ്റി മാക്സിമം കാര്യങ്ങൾ കൊടുത്തിട്ട് വെബ്സൈറ്റിലേക്ക് ട്രാഫിക് കൊടുക്കുന്ന രീതിയിലൊക്കെ ചെയ്യാറുണ്ട്. ഇനി ഇത് ഈ ബ്രാൻഡ് അവയർനെസ്സും കാര്യങ്ങളും ഫണലൊക്കെ നേരത്തെ പറഞ്ഞ പോലെ എന്തല്ല ഡിജിറ്റലി മാത്രം നടക്കുന്ന കാര്യങ്ങളല്ല, ഓഫ്ലൈനായിട്ട് ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ട്. മാക്സിമം അത്തരം ഇവൻറ്റിലേക്കൊക്കെ നമ്മൾ പ്രസൻറ്റഡ് ആയിക്കൊണ്ട് നമ്മൾ ബിസിനസ്സിനെ അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, പരിചയപ്പെടുത്തിക്കൊണ്ടേയിരിക്കണം. ഈ ബ്രാൻഡ് അവയർനെസ് സ്ഥിരമായിട്ട് നടന്നുകൊണ്ടിരിക്കണം. ആ സമയത്ത് എന്ത് ചെയ്യും, കോൾഡ് റീജിയനിൽ നിന്നും വാം റീജിയനിലേക്ക് ആളുകൾ എത്തിക്കൊണ്ടേയിരിക്കും. രണ്ടാമത്തെ പറഞ്ഞാൽ ഇൻട്രസ്റ്റ് ആണ്. ഇങ്ങനെ അറിഞ്ഞിട്ട് കാര്യമില്ല, പിന്നെ നമ്മളോടൊരു താല്പര്യം വരണമെങ്കിൽ എന്ത് ചെയ്യും, അതിനുശേഷം നമ്മൾ പറയുന്ന കാര്യങ്ങളിൽ അവർ ഇൻട്രസ്റ്റഡ് ആവുക, കണക്റ്റഡ് ആവുക എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ കൃത്യമായിട്ട് നോക്കുന്നത് അറ്റൻഷൻ ഗ്രാബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ഇൻട്രസ്റ്റിൽ നമ്മൾ നേരെ മാക്സിമം നോക്കുന്നത് സമയം ഗ്രാബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഇവിടെ നമ്മൾ അറ്റൻഷൻ ആണെങ്കിൽ ഇവിടെ ടൈമാണ്. ഫസ്റ്റ് എന്ത് ചെയ്യുക, നമ്മൾ എന്ത് ചെയ്യുക, ശ്രദ്ധിപ്പിക്കുക. രണ്ടാമത്തത് മാക്സിമം സമയം നമ്മളുമായിട്ട് എൻഗേജ് ചെയ്തുകൊണ്ട് നമ്മളിൽ ഒരു ഇൻട്രസ്റ്റ് ജനറേറ്റ് ചെയ്യുക. അപ്പോൾ അവിടെ നമുക്ക് എന്തൊക്കെ ചെയ്യാം, നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോസ്, കോഴ്സുകളൊക്കെ ഇപ്പോൾ ഡിജിറ്റൽ സാധനങ്ങളിലൊക്കെ ഡിജിറ്റൽ പ്രൊഡക്റ്റുകളൊക്കെ ആവുന്ന സമയത്ത് എന്ത് ചെയ്യുക, കോഴ്സൊക്കെ ആവുന്ന സമയത്ത് ചിലപ്പോൾ ഒരു വെബിനാറിലേക്ക് കൊണ്ടുപോകും. ഒരു വീഡിയോ കണ്ട് വെബ്സൈറ്റ് കൊണ്ട് പിന്നെ എന്ത് ചെയ്യും, വെബിനാറിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ അവിടെ എന്താ ചെയ്യുന്നത് വെച്ചാൽ കറക്റ്റ് അവരുടെ ടൈം മാക്സിമം അവരായിട്ട് എൻഗേജ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്, ഇൻട്രസ്റ്റ് ജനറേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ചിലപ്പോൾ ബ്ലോഗുകൾ ഉണ്ടാവും, അതേപോലെ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നുണ്ടാവും, പല കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും, പോഡ്കാസ്റ്റ് ചെയ്യുന്നുണ്ടാവും. പോഡ്കാസ്റ്റൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ പവർഫുൾ ആയിട്ടുള്ള ടൂളാണ്. എന്തിന്, ഈ ഇൻട്രസ്റ്റ് എന്നുള്ളൊരു പോർഷനിലേക്കുള്ള ഒരു ടൂളാണ്. വാം റീജിയനിൽ നിന്നും പതുക്കെ ഹോട്ട് റീജിയനിലേക്ക് കൊണ്ടുപോകാൻ ഹെൽപ്ഫുൾ ആവുന്ന ടൂളാണ് ശരിക്കും പോഡ്കാസ്റ്റ്. ഇങ്ങനെ മാക്സിമം നമ്മൾ അറിഞ്ഞ ആൾക്കാരെ നമ്മളൊരു ഇൻട്രസ്റ്റ് ജനറേറ്റ് ചെയ്യാൻ നമുക്ക് എന്തൊക്കെ ചെയ്യണം, അതിലുള്ളതാണ് കണ്ടന്റ് മാർക്കറ്റിംഗ് ഒക്കെ. കണ്ടന്റ് മാർക്കറ്റിംഗ് കേസിലൊക്കെ നമ്മൾ ചെറിയൊരു ആഡ് ചെയ്യാമെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഇവന്റിൽ പങ്കെടുക്കാമെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ അറിയാത്ത ഒരുപാട് പേരുണ്ടാവും, അവർ നമ്മൾ അറിയുന്നുണ്ടാവും, നമ്മൾ പേജ് ഫോളോ ചെയ്യുന്നുണ്ടാവും. പേജ് ഫോളോ ചെയ്തതിന് ശേഷം പരിചയപ്പെടുന്നിടത്തൊക്കെ നമ്മൾ പറയാം അങ്ങനത്തെ ഒരു സംഭവമുണ്ട്, അതിൻ്റെ ആളാണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ നമ്പർ തരുമോ എന്നൊക്കെ ചോദിച്ചിട്ട് മാക്സിമം നമ്പർ സേവ് ചെയ്യിപ്പിക്കുക. ഇതൊക്കെ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോൾഡ് റീജിയനിൽ നിന്ന് വാം റീജിയനിലേക്ക് പോകണമെങ്കിൽ എന്ത് വേണം, നമ്മളെ പിന്നെ ഇൻട്രസ്റ്റ് ജനറേറ്റ് ആവണം. അപ്പോൾ അതിനൊരു ചാനൽ വേണമല്ലോ, നേരിട്ട് കാണണമല്ലോ. കണ്ട് പരിചയപ്പെട്ടിട്ട് ഓക്കെ പറഞ്ഞ് പോയിട്ട് കാര്യമില്ല, വീണ്ടും വീണ്ടും ഫോളോ അപ്പ് ചെയ്ത് അവരിലൊരു ഇൻട്രസ്റ്റ് ജനറേറ്റ് ചെയ്യണമെങ്കിൽ നമ്മളെ പേജ് ഫോളോ ചെയ്യിപ്പിക്കുകയോ അവരെ നമ്പർ വാങ്ങുകയോ സ്റ്റാറ്റസിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയോ. ഡിഫറെൻറ്റ് മേഖലകളുണ്ട്, ഏത് മേഖല എന്നുള്ളത് കുഴപ്പമുള്ളതല്ല. നമ്മൾ എന്ത് ചെയ്യണം, കറക്റ്റ് ഇൻട്രസ്റ്റ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കണ്ടന്റുകൾ പറഞ്ഞുകൊണ്ടിരിക്കണം. അപ്പോൾ അതിലൂടെ പതുക്കെ പതുക്കെ അറിയാമെന്നുള്ള സ്റ്റേജിൽ നിന്ന് ആൾ അടിപൊളിയാണ് എന്നുള്ളൊരു സ്റ്റേജിലേക്ക് വരും. അത് പേഴ്സൺ മാത്രമല്ല, ബ്രാൻഡിനെ കുറിച്ചും ഒരു സ്റ്റേജ് ഉണ്ടാവും. മൂന്നാമത്താണ് ഡിസിഷൻ എന്നുള്ളത്, ഒരു തീരുമാനത്തിലേക്ക് എത്തുക എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ആയാലും നമ്മുടെ അടുത്ത് നിന്ന് പർച്ചേസ് ചെയ്യണമെന്നൊന്നുമില്ല. അപ്പോൾ ബ്രാൻഡിനെ സംബന്ധിച്ചിടത്തോളം, ഈ ഫണൽ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ആ ബ്രാൻഡിനെ കറക്റ്റ് അറിയാം, പ്രൊഡക്റ്റിനെ കുറിച്ചൊക്കെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും, ആ പ്രൊഡക്റ്റിനെ പറ്റിയൊരു ഇൻട്രസ്റ്റും വന്നിട്ടുണ്ടാവും. പക്ഷേ എനിക്കിപ്പോൾ അത് വാങ്ങണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ വാങ്ങേണ്ട ഒരു അർജൻസി ഉണ്ടാവില്ല. അപ്പോൾ എന്ത് ചെയ്യണം, ഒരു അർജൻസി ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ആ ഡിസിഷൻ എന്നുള്ളൊരു സ്റ്റേജിനെ സ്പീഡപ്പ് ആക്കണം. അപ്പോൾ അവിടെ നമ്മൾ ചെയ്യണം എന്താ, ഡിസ്കൗണ്ടുകൾ കൊടുക്കും. പലപ്പോഴും ചെയ്യുന്ന ഒരു ടൂളാണ് ഡിസ്കൗണ്ട്. അത് നല്ലൊരു ടൂളാണ്, അർജൻസി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ലിമിറ്റഡ് ടൈം ഓഫറൊക്കെ കൊടുക്കും. അപ്പോൾ അത്ര തന്നെ അത്യാവശ്യമില്ലാത്തൊരു പ്രൊഡക്റ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ഓഫർ കാണുമ്പോൾ അത് മിസ് ഔട്ട് ചെയ്യണ്ടല്ലോ എന്നുള്ള രീതിയിൽ പെട്ടെന്ന് പർച്ചേസ് ചെയ്യും. പിന്നെ അതേപോലെ കൊടുക്കുന്ന ഒരു ടൂളാണ് സോഷ്യൽ പ്രൂഫിംഗ് എന്ന് പറഞ്ഞാൽ. സോഷ്യൽ പ്രൂഫിംഗ് എന്ന് പറയുമ്പോൾ ആളുകൾ മുന്നേ വാങ്ങിയ ആളുകളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്ന തരത്തിലുള്ള കണ്ടന്റുകൾ എന്ത് ചെയ്യും, ഈ റീജിയനിലേക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള വാമായിട്ടുള്ള റീജിയനിലേക്ക് നമ്മൾ എന്ത് ചെയ്യും, കൊടുത്തുകൊണ്ടിരിക്കും. അപ്പോൾ സോഷ്യൽ മീഡിയ കൃത്യമായിട്ട് നമുക്ക് അങ്ങനെ ടാർഗറ്റ് ചെയ്തിട്ട് നമ്മളെ വീഡിയോസൊക്കെ കണ്ട് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള എൻഗേജ്ഡ് ആയിട്ടുള്ള ഗ്രൂപ്പിനെ ടാർഗറ്റ് ചെയ്തിട്ട് അവരിലേക്ക് മാത്രമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ
ടെസ്റ്റിമോണിയൽ കാര്യങ്ങളൊക്കെ നമുക്ക് കൊടുത്തുകൊണ്ടിരിക്കാം. അതേപോലെ ഡിസ്കൗണ്ട് പോസ്റ്റുകളും ആഡുകളൊക്കെ നമുക്ക് കൊടുത്തുകൊണ്ടിരിക്കാം. അപ്പോൾ എന്ത് ചെയ്യും, ഓൾറെഡി വാം ആയിട്ടുള്ള ആൾ ഈ ഹോട്ട് റീജിയനിലേക്ക് എത്തുകയാണ്, അഥവാ നമ്മുടെ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യണം എന്നുള്ള ഡിസിഷനിലേക്ക് എത്തുകയാണ്. അതാണ് അടുത്ത സ്റ്റേജിൽ വരിക. അപ്പോൾ കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒരേ സമയം കോൾഡ് റീജിയനിൽ നിന്ന് വാമിലേക്ക് എത്തിക്കാനും വാം റീജിയനിൽ നിന്ന് ഹോട്ടിലേക്ക് എത്തിക്കാനുള്ള പണി മാർക്കറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് പാരലലി ചെയ്തു പോകുന്ന ഒരു പ്രോസസ്സാണ് ശരിക്കും സിംപ്ലി പറഞ്ഞു കഴിഞ്ഞാൽ ഫണൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഒരേ സമയം ബ്രാൻഡ് അവയർനെസ് ആളുകൾ പോകുന്നുണ്ടാവും, അതിൽ നിന്ന് വെബ്സൈറ്റിലേക്ക് എത്തുന്നുണ്ടാവും, വെബ്സൈറ്റിലേക്ക് എത്തിയ ആൾക്കാരെ ഫോക്കസ് ചെയ്തിട്ട് വീണ്ടും കണ്ടന്റുകൾ കൊടുക്കുന്നുണ്ടാവും, കണ്ടന്റുകൾ കൊടുത്ത് അത്യാവശ്യം എൻഗേജ് ചെയ്ത് നമ്മളെ വീഡിയോസൊക്കെ അത്യാവശ്യം കാണുന്ന ആൾക്കാരെ നോക്കിയിട്ട് അവരുടെ മുമ്പിൽ പ്രൊഡക്റ്റിന് ഓഫർ കൊടുക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ നമ്മളുടെ സർവീസിന് പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള ടെസ്റ്റിമോണിയൽസ് പുഷ് ചെയ്യുന്നുണ്ടാവും. അതിലൂടെ അവർ ആക്ഷനിലേക്ക് എത്തിക്കുക. ഇപ്പോൾ നേരത്തെ പറഞ്ഞ രാഷ്ട്രീയക്കാരൻ്റെ കേസിലാണെങ്കിൽ ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോട്ട് ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ കേസിൽ പർച്ചേസ് ചെയ്യുക എന്നുള്ളതായിരിക്കും ഉണ്ടാവുക. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇപ്പോൾ ഒരു പ്രോഗ്രാം നടത്തുകയാണ്, ആ പ്രോഗ്രാമിലേക്ക് ആളുകൾ വരുത്തുക എന്നുള്ളതായിരിക്കും ആണ് ഒബ്ജക്റ്റീവ് എന്നുണ്ടെങ്കിൽ. അപ്പോൾ എന്ത് ഒബ്ജക്റ്റീവാണ്, എന്ത് ആക്ഷൻ ആണെന്നുണ്ടെങ്കിൽ ആ ആക്ഷനിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് അടുത്ത സ്റ്റേജ്. അപ്പോൾ ഇവിടെയൊക്കെ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ആക്ഷൻ കൃത്യമായിരിക്കണം. ഇതൊക്കെ പറയുമ്പോഴും എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് കൃത്യമായിട്ട് നമുക്കൊരു ധാരണ വേണം, എന്താണ് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കേണ്ടത്. അത് ബേസ് ചെയ്തിട്ട് ബാക്കിയുള്ള സ്റ്റേജിലൊക്കെ നമുക്ക് പ്ലാൻ ചെയ്തിട്ട് വേണം കാര്യങ്ങൾ ചെയ്യാൻ. ഇപ്പോൾ വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ വോട്ട് ചെയ്ത് കഴിഞ്ഞ് പിന്നെ ആളെ കാണുന്നില്ല എന്നുണ്ടെങ്കിൽ അടുത്ത പ്രാവശ്യം ആളെ വോട്ട് ചെയ്യുമോ? ഒരിക്കലുമില്ല. അപ്പോൾ എന്തായാലും ആ ആളെ നോക്കി വെക്കും. ഇപ്പം കഴിഞ്ഞ പ്രാവശ്യം ഇതാക്കിയാണെന്നുള്ളത് നോക്കി വെക്കും. അപ്പോൾ കൃത്യമായിട്ട് മാർക്കറ്റിംഗ് സക്സസ് ആവണമെങ്കിൽ ആഫ്റ്റർ ആക്ഷൻ റിട്ടൻഷൻ എന്നുള്ള ഒരു കാര്യം നമ്മൾ കറക്റ്റ് ചെയ്യണം. നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ കുറേ പ്രോമിസുകൾ കൊടുക്കുന്നുണ്ടാവും, പ്രൊഡക്റ്റിനെ പറ്റി ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ടാവും, വാല്യൂസ് കൊടുക്കുന്നുണ്ടാവും, നമ്മൾ ഒരുപാട് പൊക്കി പറഞ്ഞിട്ടുണ്ടാവും. ആ പൊക്കി പറഞ്ഞത് ശരിയാണ് കേട്ടോ എന്നുള്ളൊരു തീരുമാനം എത്തണമെങ്കിൽ ആഫ്റ്റർ ദ ആക്ഷൻ, അതായത് ആഫ്റ്റർ ദ പർച്ചേസ്, അതെന്ത് ചെയ്യണം, പ്രോമിസ് നമ്മൾ കീപ്പ് ചെയ്യണം, ആ വേർഡ് കീപ്പ് ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്യും, കസ്റ്റമർ റിട്ടൻഷൻ വരും. അടുത്ത പ്രാവശ്യവും അവർ പർച്ചേസ് ചെയ്യും, അതേപോലെ അടുത്ത പ്രാവശ്യവും അവർ ഈ രാഷ്ട്രീയക്കാരനെ വോട്ട് ചെയ്യും എന്ന് പറഞ്ഞ പോലെ. അപ്പോൾ ഇത്രയും പ്രോസസ്സാണ് ശരിക്കും ഫണൽ മാർക്കറ്റിങ്ങിൽ ഉണ്ടാവുക. ഇതൊരു പവർഫുൾ ആയിട്ടുള്ളൊരു ടൂളാണ്. നേരത്തെ പറഞ്ഞ നമ്മൾ പഠിച്ച ന്യൂറോ മാർക്കറ്റിങ്ങിൻ്റെ കേസിൽ ഉള്ളതിൽ നിന്നും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു വെർഷൻ ആണെങ്കിൽ കൂടി ഇതൊക്കെ മിക്സപ്പ് ആയിട്ടായിരിക്കും നമ്മൾക്ക് നമ്മളുടെ ബ്രാൻഡിങ്ങിൽ അല്ലെങ്കിൽ മാർക്കറ്റിങ്ങിൽ ചെയ്യേണ്ടി വരിക. അപ്പോൾ കൃത്യമായിട്ട് ഫണൽ മാർക്കറ്റിംഗ് എന്താണെന്നുള്ളത് സിംപ്ലിഫൈ ചെയ്ത് പറയാൻ ശ്രമിച്ചിട്ടുണ്ട് ഈ വീഡിയോയിൽ. എത്രത്തോളം കിട്ടിയെന്നുള്ള അറിയില്ല, എത്രത്തോളം ഈ ഒരു കാര്യങ്ങൾ മനസ്സിലായി എന്നുള്ള കാര്യം കമൻറ്റിൽ രേഖപ്പെടുത്തുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് പരിചയത്തിലുള്ള മാർക്കറ്റേഴ്സിനോ ബിസിനസ്മെൻസിനൊക്കെ പരിചയം ഉണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുമല്ലോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.